എന്ന് പറയുന്നത് ശാരീരികമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ മാനസികമായിട്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് ഒരുപാട് വൈവാഹിക ബന്ധങ്ങൾ വേർപെടുന്നുണ്ട്. ഇപ്പോൾ പല ആളുകളും ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴേ ആളുകൾ ചോദിക്കും, മക്കളൊക്കെ ഉണ്ടാവും, 2, 3, 4 മക്കളൊക്കെ ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടികളുണ്ടായത് എന്ന് ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പിന്നെ എങ്ങനെ കുട്ടികളുണ്ടായത്, 2, 3 കുട്ടികളുണ്ടായില്ലേ, അപ്പം നിങ്ങൾ ആദ്യം മുതലേ അങ്ങനെ പ്രശ്നമാണെങ്കിൽ പിന്നെ കുട്ടികളുണ്ടാവില്ലല്ലോ. പിന്നെ എൻ്റെ ഒരു മൂത്തമ്മ പറയുന്ന കേട്ടുള്ളൂ, ഓന് കുട്ടി ഉണ്ടായല്ലോ, കുട്ടി ഉണ്ടായതുകൊണ്ട് ഓനക്ക് ഓളെ ഇഷ്ടം തന്നെയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യം. ഞാനും അങ്ങനെ തന്നെ കരുതിയിരുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ സോമമാശി പറഞ്ഞൊരു ആളുണ്ട്, ഇവർ പറയാണ് ബലാത്സംഗം ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ബലാത്സംഗം അല്ല, അത് ഓളും കൂടി ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ അത് നടന്നത്, അതുകൊണ്ടാണല്ലോ കുട്ടി ഉണ്ടായതെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ തിരുത്തിയത് സാറിൻ്റെ ഒരു ക്ലാസ് എന്നാണ് കേട്ടോ, സെക്സിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുണ്ടാകണം എന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് അതിൽ ഇടപെടേണ്ടി വരും. കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്നവർക്കാണ് ദീർഘായുസ്സും ഇതൊക്കെ. അത് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എളാപ്പ മൂത്താപ്പാർ ഭക്ഷണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു, അതാണ് എല്ലാവരും പ്രസംഗിക്കൽ. അതല്ല, ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാം. ഷെരീഫ് സാറ് ഭാവിയുണ്ട്, നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രാസംഗികനാവാൻ, നല്ലൊരു രാഷ്ട്രീയ നേതാവാകാനുള്ള എല്ലാ കഴിവും ഉണ്ട്. നല്ല നല്ല സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നരേന്ദ്രൻ സാറ് അതേമാതിരി ഒരു രാഷ്ട്രീയ പ്രാസംഗികനുള്ള ഭാവിയുണ്ട്, നല്ല സംസാരം. എനിക്ക് ഒരുമിച്ച് ഇന്നലെ മുതൽ വന്നതാണ്, നല്ല പെരുമാറ്റമാണ്. നമുക്ക് നമ്മളെ എന്ത് സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യം തന്നെ വേണ്ടത്. ആരോഗ്യം വേണം, സന്തോഷം വേണം, അതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വ്യായാമം അത്യാവശ്യം തന്നെയാണ്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ഒരു മിതമായ രീതിയിൽ. മുഹമ്മദ് സാർ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ 1/3 ഭാഗം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ ആ നിലക്ക് പോവുക, നല്ല വായു ശ്വസിക്കുക, നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക, അതാണ് അതിനുള്ള അതേ ഉള്ളൂ. എല്ലാവർക്കും ആയുരാരോഗ്യ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ, ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ എല്ലാം പറഞ്ഞു. അതുപോലെ പിന്നെ ഫൈസൽ സാറ് അയാളെ എല്ലാ ജീവിതവും, ഞാൻ ആ ആടുജീവിതമൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചോദിച്ചതെന്തിനാ അറിയാം, നമുക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ആടുജീവിതമൊക്കെ ഒന്ന് നല്ല വലിയ പേരിലാണല്ലോ നിൽക്കുന്നത്, ഇന്ന് തിയേറ്ററിലൊക്കെ ഓടുന്നുണ്ട്. ഇത് അനുഭവിച്ചവർക്ക് അത് അറിയുള്ളൂ. ഗൾഫിൽ ആദ്യം പോയവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും. എല്ലാം ചിലതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഇന്നലെ വന്ന് കുറച്ച് കഴിഞ്ഞേക്കന്നെ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ അതിങ്ങനെ പോയി തുടങ്ങിയിരുന്നു. എങ്ങനെ അതിൻ്റെ ഉദാഹരണം എന്ന് പറയാൻ കഴിയൂല. ആ നെഗറ്റീവ് ഇങ്ങനെ പോയി ഇപ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസം ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഞാൻ 1 മണിക്കൂർ പ്രസംഗിക്കണം വിചാരിക്കും, പക്ഷെ അത് കിട്ടുന്നില്ല. ഞാൻ ഫസ്റ്റ് ഫൈസൽ സാറിനെ വിളിച്ചിട്ടെന്നാണ് ചോദിച്ചത്, ഇവിടെ വരുന്നതിന് മുമ്പ് ഫൈസൽ സാറേ ഞങ്ങൾക്ക് 1 മണിക്കൂർ പ്രസംഗിക്കണം. അത് മാത്രം എൻ്റെ മുന്നിലുള്ള പ്രശ്നമുള്ളൂ. സ്റ്റേജ് ഫിഗറോ ആളുകളോ ഒന്നും എൻ്റെ പ്രശ്നമല്ല. എനിക്ക് 1 മണിക്കൂർ പ്രസംഗിക്കണം നിർത്താണ്ട്. അതിനാകുന്നില്ല എന്നാണ് ഞാൻ ശരിക്കും. ഇന്നലെ ഞാൻ ഓഫീസിൽ എൻ്റെ ട്രാവൽസ് നടത്തുന്നത്, നമ്മളെ ഗൾഫിലേക്കുള്ള ടിക്കറ്റും വിസയും അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്നലെ എനിക്ക് എന്തെങ്കിലും ആക്കിയിട്ട് പ്രസംഗിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ട്രാവൽസ് നിന്ന് കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് നല്ല കണ്ടൻറ്റൊക്കെ റെഡിയിൽ വരുന്നുണ്ട്. പക്ഷെ അത്രയും കണ്ടൻറ്റ് എനിക്ക് ഇന്ന് കിട്ടിയില്ല കാര്യമായിട്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ പല ഘട്ടങ്ങളിലും പല സദസ്സിലും പോയി പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയുന്നത് ഞാൻ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ചില ആളുകൾ വെറുതെ കമ്പനിക്കാർ എന്തിനാ പറയുന്നറിയില്ല, തമാശക്കാന്ന് ഇപ്പാക്കുന്ന നേതാവ് എന്നെല്ലാം വിളിച്ചിട്ട് പറയുന്നത് ഞാൻ വരുമോ, എന്തായാലും ഇല്ല. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. നിങ്ങൾ പറഞ്ഞതിനോട്ട് 3000 അല്ല 5000 ആളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രാസംഗികൻ ആകണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ചൈത്രയാത്രയല്ലാന്ന് ഉള്ളത്. ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് താഴത്തേക്കൊന്ന് നോക്കുമ്പോൾ ഈ തെങ്ങും തോപ്പ്
നമ്മളെ കേരളത്തിൻ്റെ തൊന്നുതോപ്പുതെല്ലാം കൂടി കണ്ടപ്പോൾ കയ്യടിച്ചു. എല്ലാവരും കയ്യടിച്ചപ്പോൾ അവരും കയ്യടിക്കൽ തുടങ്ങി. എല്ലാ അറസ്റ്റസും ആ വിമാനത്തിലുള്ളവർ മുഴുവൻ ആ സന്തോഷം കൊണ്ട്. കാരണം ഇതൊരു കാഴ്ചയാണ്. അത് കാണുന്നുണ്ടെങ്കിൽ മരുഭൂമിയിൽ പോയിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ കാഴ്ച. അതുപോലെ നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥലങ്ങളും നിലമ്പൂർ പോയാൽ വലിയ വലിയ മരങ്ങൾ, അതുപോലെ ചായത്തോട്ടം, അതുപോലെ ഒരുപാട് നമ്മുടെ കേരളത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വല്ലാത്ത നല്ല സുഖമുള്ള ഒരു രാജ്യം തന്നെയാണ്. ഒരു നേരം ഓരോ ഗൾഫുകാരും ഓരോ പ്രവാസിയും ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ. ഞാൻ അതിന് മുമ്പ് ഇവിടെ പറഞ്ഞതിൻ്റെ കഷ്ടങ്ങളൊക്കെ ഞാൻ സാറിനോട് ഇവിടെ പറഞ്ഞിട്ട് ചിലർക്ക് കരച്ചിൽ വരെ വന്നിട്ടുണ്ട്.